PM ശ്രീ പദ്ധതിയിൽ പിണറായി സർക്കാർ ഒപ്പിടാൻ ഉണ്ടായ കാരണങ്ങളും അതിലേക്ക് നയിച്ച സംഗതികളുമൊക്കെ ആയിട്ട് പിണറായി വിജയൻ്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ രതീഷ് കാളിയാടൻ ഒരു വാരികയിൽ ഒരു ലേഖനം എഴുതി. നേരത്തെ ചില വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളായിരുന്നു. ഈ ലേഖനം മൊത്തമായിട്ടൊന്നും നമ്മൾ വായിച്ചിട്ടില്ല. മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അദ്ദേഹം പിണറായി വിജയനെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. പക്ഷേ ആ വാർത്തകളുടെ വരികൾക്കിടയിലൂടെ വായിച്ചപ്പോൾ അദ്ദേഹം പിണറായി വിജയനെ എതിരെ തിരിഞ്ഞിട്ടൊന്നുമില്ല, ഉള്ള കാര്യം പറഞ്ഞു. അതാണ് സംഭവിച്ചത്. അതിനകത്ത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ SSK ഫണ്ട് വിട്ട് കിട്ടാൻ വേണ്ടി 92 കോടി രൂപയുടെ SSK ഫണ്ട് വിട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പിടുന്നതായിട്ട് കാണിച്ചു, എന്നിട്ട് അതിൽ നിന്ന് സർക്കാർ വിട്ടുനിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് വെക്കുന്നത് പിന്മാറാൻ സാധ്യമല്ല, ഒരിക്കൽ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല, പക്ഷേ നമുക്ക് വിട്ടു നിൽക്കാം. VD സതീശനും ഇനി അത് ചെയ്യാൻ പറ്റൂ, അവരത് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ഇതാണ് കാര്യം. പക്ഷേ ഈ PM ശ്രീയുടെ പേരിലാണ് ഇപ്പോൾ CPM ഏറ്റവും അധികം ചന്ദ്രഹാസമായിട്ട് നിൽക്കുന്നത്. ഇതിൽ ഒരു ഉളുപ്പുമില്ലാതെ പോയി ഒപ്പിട്ട് കൊടുത്ത് അത് സ്വന്തം ഘടകകക്ഷികളെ പോലും അറിയിക്കാതെ മന്ത്രിസഭാ യോഗത്തിൽ പോലും വിഷയം ചർച്ച ചെയ്യാതെ രഹസ്യമായി ചെന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് ഉദ്യോഗസ്ഥരയച്ച് ഒപ്പിട്ട് കൊടുത്ത് എല്ലാം കൈപ്പറ്റിയതിന് ശേഷം ഇപ്പോൾ പറയുകയാണ് ഇത് PM ശ്രീ ശരിയല്ല. ഇതുപോലെ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യമുണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, വിഴിഞ്ഞ പരിപാടിയിൽ നിന്ന് ആശാമാർ പിന്മാറി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംഭവിച്ചതുണ്ടല്ലോ, ക്രമേണ അങ്ങ് മാറി. ക്രമേണ മാറി. അത് ഇനി അതിലോട്ട് തൊടണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാം? 2-3 പേര് അതിനകത്ത് അഭിപ്രായം പറഞ്ഞു. ഒന്ന് EP ജയരാജൻ, മറ്റൊന്ന് PK ശ്രീമതി, KK ശൈലജ. അതിൽ ജയരാജൻ പറഞ്ഞായിരുന്നു ഏറ്റവും ഗംഭീരമായിട്ടുള്ള അഭിപ്രായം. അതായത് ഈ കരാറിൽ നിന്ന്, ഈ കരാർ പ്രകാരമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, ആ കരാർ അനുസരിച്ച് മാത്രമേ മുന്നോട്ട്. ഞങ്ങൾ കരാർ ഒപ്പിട്ട് അടുത്ത സർക്കാർ ഇത് ചെയ്യരുത്, നിങ്ങൾ ചെയ്യണ വൃത്തികേടാണെന്ന് പറയാൻ എന്ത് ധാർമ്മികതയാണ് ഇവർക്കുള്ളത്? അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെച്ചത്. എന്താണ് ഈ വിഴിഞ്ഞം എന്നുള്ളത് ഒരു കരാറുണ്ട്, ആ കരാർ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിൻ്റെ വിശദീകരണം അദാനി തന്നു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആണല്ലോ LDF സർക്കാർ കൊണ്ടുവന്നതാണ് പദ്ധതി. അപ്പോൾ എന്താണ് ഈ പദ്ധതി തുടർന്നു കൊണ്ടുപോകാൻ ശ്രമിക്കുക, വിവാദങ്ങൾ ഉണ്ടാക്കി പദ്ധതി ഇല്ലാതാക്കരുത് എന്നാണ്. മാത്രമല്ല ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തൻ്റെ ഭാഗത്തെ ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനായിട്ട് അതിനകത്ത് ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും കോമഡിയായി മാറിയത് KK രാഗേഷിൻ്റെയാണ്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ആസ്ഥാനത്തുള്ള ഇടപെടലാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വിശദീകരിക്കണമെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു. അല്ല, അദ്ദേഹത്തിന്റെ പ്രശ്നം എന്തായിരുന്നു? അദാനി ഷെയർ വിറ്റത് അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം. നമ്മുടെ ഈ ദിവ്യ മാറ്റിയതാണ്. അതുകൊണ്ടാണ് VD സതീശനും ചോദിച്ചത് ഇദ്ദേഹത്തിന് എന്താ ഇവിടെ കാര്യമെന്ന് ചോദിച്ചത്. അതാണ് എന്നെ കൊണ്ട് കൂടുതൽ പറയരുതെന്ന് കൂടെ പറഞ്ഞത്. ഏതായാലും KK രാഗേഷിന് കണക്കിന് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ KK രാഗേഷിനെ കുറിച്ച് ദിവ്യ സൈര കവിതയോ സമർപ്പണമുണ്ട് എല്ലാവരും. കവച കുണ്ടലങ്ങളുള്ള കർണനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കവചവും കുണ്ടലവും ഒക്കെ ഇട്ട് ആട്ടിക്കൊണ്ട് ഇങ്ങനെ പോയ വഴിക്കാണ് ഈ കുഴപ്പം പറ്റിയിരിക്കുന്നത്. കണ്ണൂർ ലോബി എന്ന് പറഞ്ഞാൽ CPMലെ ഈ പിണറായി വിജയനും MP ഗോവിന്ദനുമെതിരെ കൃത്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയായിരുന്നു ഈ പറയുന്ന ഇവരല്ല. അതോടെയാണ് ഇവർ ഈ കട്ടയും പടവും മടക്കി കരയ്ക്ക് കയറിയത്. അല്ല, ഈ അറിയാം, തങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ പോകരുത് എന്ന് തന്നെയാണ് ഇവർ 3 പേരും ഈ KK രാഗേഷിനോട് പറഞ്ഞത്. തനിക്ക് ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെടുക. കാരണം CPM ജില്ലാ സെക്രട്ടറി പറയും, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ, വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അയാൾക്ക് പ്രതികരിക്കാം. ഇടയ്ക്ക് ആരോ പറഞ്ഞിരിക്കുന്നുണ്ടോ, അങ്ങനെയല്ല, പ്രതികരിക്കാൻ അവകാശമുണ്ട്. കാരണം അദ്ദേഹം കേരളത്തിലെ ഒരു പൗരനാണല്ലോ. അല്ല, എല്ലാ പൗരന്മാർക്കും പ്രതികരിക്കാം, എല്ലാ ജില്ലാ സെക്രട്ടറിമാർക്കും പ്രതികരിക്കാം. പക്ഷെ അദ്ദേഹം വിഴിഞ്ഞത്തിലല്ല പ്രതികരിച്ചത്. അതാണ് അദ്ദേഹം ഓഹരി വിറ്റതിനകത്തല്ല. അദ്ദേഹത്തിന് പിന്നെ ഒരു MP രാജ്യസഭാംഗമായിരുന്നു, അല്ലാതെ ലക്ഷണം ജയിക്കില്ല, രാജ്യസഭാംഗമായിരുന്നു. അതുപോലെ അദ്ദേഹം മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിയാ എന്തൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഇരുന്ന ഒരാളിനെ കേന്ദ്രം നിയോഗിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാരെ ജീവിതകാലം ഒരു കസേര ഇരുത്തിക്കില്ല എന്നുള്ള കാര്യം പോലും അറിയാതെ പോയല്ലോ എന്നാണ്. ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് ഈ പറയുന്ന PM ശ്രീയുടെ കാര്യം. PM ശ്രീയുടെ കാര്യം ഈ സംസ്ഥാന സർക്കാരിന് കിട്ടാനുള്ള ഫണ്ട് കുടിശ്ശികയുണ്ടായിരുന്നു. ഈ ഫണ്ട് കുടിശ്ശികയിൽ ആ ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടണം. അത് കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദതന്ത്രമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫണ്ട് വേണ്ടെന്ന് വയ്ക്കണം. അതെ, ഈ ഫണ്ട് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ നടത്തിപ്പിനെ ബാധിക്കും. വിദ്യാഭ്യാസ വകുപ്പിന് ഫണ്ട് ചെലവഴിച്ചതാണ്, ഫണ്ട് ഇങ്ങോട്ട് കിട്ടിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതായിരുന്നു. ഇത് BJP ഫണ്ട് ഇന്ന് മോദിയുടെ കുടുംബസ്ഥ എന്ന് പറഞ്ഞതല്ല, നമ്മുടെ ഓരോ സംസ്ഥാനത്തിൻ്റെ അവകാശമാണല്ലോ. അത് കേന്ദ്ര സർക്കാർ നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. PM ശ്രീ എന്നാണ് അതിൻ്റെ പേര്, അല്ലാതെ നരേന്ദ്രമോദി ശ്രീ എന്നല്ല എൻ്റെ പേര്. നാളെ വേറൊരാൾ പ്രധാനമന്ത്രി, നാളെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാലും അതിൻ്റെ പേര് PM ശ്രീ എന്ന് തന്നെ ആയിരിക്കും. അതുപോലും ചിന്തിക്കാതെ കേട്ടവാദി കേൾക്കാത്ത വാദി ഇറങ്ങി പുറപ്പെട്ട് സ്വന്തമായിട്ട് ഒപ്പിട്ടതിന് ശേഷമാണ്
ഈ മണ്ടത്തനം മുഴുവൻ അവർ വിളിച്ചു പറയാം. അപ്പോൾ ഇവർ പറയുന്നത് എന്താ, PM ശ്രീയിൽ ഒപ്പിട്ട്, ഇപ്പോൾ PM ശ്രീ ആയിട്ട് ബ്രാൻഡ് ചെയ്യുക, ഒരു സ്കൂൾ ബ്രാൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സ്കൂളുകൾ PM ശ്രീയുടെ പദ്ധതിയുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ NCERT സിലബസ് പഠിപ്പിക്കാനേ പറ്റത്തുള്ളൂ. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പഠിപ്പിക്കണം. അത് ഞങ്ങൾ പഠിപ്പിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതി കേന്ദ്രവുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നതാണ്. ആ കരാറിൽ നിന്ന് പിന്നീട് പിന്മാറാൻ പറ്റത്തില്ല. വേണേൽ വിട്ടു നിൽക്കുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഇവർ പറയുന്നത് ഇത് BJP സർക്കാർ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നു എന്നാണ് ഇപ്പോൾ ആരോപിക്കാൻ പോകുന്നത്. ഇവർ പൊതുവെ അങ്ങനെ പറയാറുള്ള സിലബസ് മൊത്തം മാറ്റുന്നു എന്നാണ്. പക്ഷേ നമ്മൾ ഇത്രയും കാലം നമ്മളെല്ലാവരും പഠിച്ചത് കോൺഗ്രസ് സർക്കാരുകൾ നിർദ്ദേശിച്ച ചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇത് എത്രത്തോളം സത്യമാണെന്ന് ആർക്കറിയാം? അവരെപ്പോഴും അവരെ ന്യായീകരിച്ചല്ലേ പറയുള്ളൂ. അല്ല, ഇതിനിടയ്ക്ക് ഒരു രഹസ്യ അജണ്ട ഇവർ നടപ്പാക്കിയതും അദ്ദേഹം പറയുന്നുണ്ട്. ക്യാബിനറ്റിൽ ഇത് വെച്ചിരുന്നു. ഏതാ ഈ സംഭവം, നമ്മൾ ഒപ്പിടാൻ പോകുന്നു എന്നുള്ള കാര്യം ക്യാബിനറ്റ് വെച്ചിരുന്നു. ക്യാബിനറ്റ് വെച്ചതിന് ശേഷം ക്യാബിനറ്റ് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം രഹസ്യമായിട്ട് പോയി ഒപ്പിട്ടു. ആര് പോയി? ഈ ശിവൻകുട്ടി പോയി ഒപ്പിട്ടു. ഈ ഒപ്പിട്ട് കഴിഞ്ഞ് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്നിട്ട് പിന്നെ ഇവരെന്താണ് ഇവിടെ കിടന്ന് വെളുപ്പിക്കുന്നത്? അപ്പോൾ ഇതിനകത്ത് ഡോക്ടർ രതീഷ് കാളിയാടൻ പറഞ്ഞത് പിണറായി വിജയനെതിരെയല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കൃത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഇപ്പം മാധ്യമങ്ങളെല്ലാം ഇതെടുത്തിട്ട് തട്ടാതെ തുടങ്ങുന്നത്. അദ്ദേഹം പറഞ്ഞു ഇത് താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ച് സർക്കാരിനെതിരെയാക്കിയെന്ന്. പക്ഷേ ബാലഗോപാലും രാജീവിനെ പോലെയുള്ള ബുദ്ധിജീവികളുണ്ടല്ലോ, ബുദ്ധിജീവികൾ ഈ രതീഷ് കാളിയാടനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, ശക്തമായ രംഗത്തെത്തിയിട്ടുണ്ട് എല്ലാവരും. കാരണം ഈ കാളിയാടൻ അവിടെ നേരത്തെ അതിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഓഫീസിൽ ചെന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ ചില പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. അതിനിടയിൽ കൂടെയാണ് ഇപ്പോൾ ഇത് പുറത്ത് വന്നത്. അപ്പോൾ ഇതിനെ ശരിക്കും മാധ്യമങ്ങൾ ആ രീതിയിൽ ചിത്രീകരിച്ചപ്പോൾ പിന്നെ ഇവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ പി രാജുവിനെ പോലുള്ള ബുദ്ധിജീവികൾക്ക്. ഇത് സത്യത്തിൽ ഇതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത് ഒരു ഫെഡറൽ സംവിധാനത്തിലുള്ള സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതിൽ സംസ്ഥാന സർക്കാരും ഈ പറയുന്ന പോലെ തന്നെ കേന്ദ്ര സർക്കാരും ഈ ഒരു വിദ്യാഭ്യാസ രീതി, അതുപോലെ തന്നെയായിരുന്നു ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സർക്കാർ ആശുപത്രികൾ ബ്രാൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ എന്താണ് ആയുഷ് ആതുരാലയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രാൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ ഇത് ബ്രാൻഡ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇവിടെ ആര് പറഞ്ഞു? ഇവിടുത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് അടക്കം. അവസാനം എന്ത് സംഭവിച്ചു? ഇതെല്ലാം ചെയ്യേണ്ടി വന്നു, ഇല്ലേ? ഇതെല്ലാം ചെയ്യേണ്ടി വന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. കേന്ദ്ര സർക്കാരും നമ്മളൊന്ന് രണ്ട് രാജ്യമൊന്നുമല്ല, നയതന്ത്ര പ്രശ്നമൊന്നും ഉള്ളതല്ല. കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിക്കുന്ന പദ്ധതികൾക്ക് ലഭിക്കാനുള്ള അവകാശം എല്ലാ സർക്കാരിനുണ്ട്. എല്ലാ കാര്യത്തിലും ഈ രാഷ്ട്രീയം നോക്കി. പണ്ടുപോലെ CPMൻ്റെ ഒരു പ്രശ്നമാണ്, എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം നോക്കി. പണ്ട് സംസ്ഥാനത്ത് ഭരണം കിട്ടുമ്പോഴാണ് കോൺഗ്രസ്സാണ് കേന്ദ്രത്തിൽ, കേന്ദ്ര വിരുദ്ധ സമരം നടത്തും. അവസാനം കേന്ദ്രത്തിൽ നമ്മുടെ കിട്ടാനുള്ള ഒരു സാധനം കിട്ടാനില്ലാത്തൊരവസ്ഥ വരും. ഇതൊരു പരമമായ സത്യമാണ്. പിന്നെ ഇവരെ മന്ത്രിമാർക്ക് പലർക്കും അന്നും ഇന്നും ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയാൻ പാടത്തുണ്ട്. ഡൽഹിയിൽ പോയി അവിടുത്തെ കേന്ദ്രമന്ത്രിയെ കണ്ടാലും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കൂടെ പറഞ്ഞ ഉദ്യോഗസ്ഥനായിരിക്കും കാര്യം പറയുന്നത്. ഉദ്യോഗസ്ഥന് വേറെ താല്പര്യം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാൻ ഉള്ള ബുദ്ധി അവർക്ക് കാണുകയില്ല. എന്താണെങ്കിലും ശരി, ഈ പറയുന്ന രതീഷ് കാളിയാടൻ്റെ ലേഖനം എന്താണ് അന്ന് പിണറായി സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ചത് എന്ന് തുറന്നു പറയുന്നു. അപ്പോൾ അത് പിണറായിക്കെതിരാണ് എന്ന് പറയരുത്, യാഥാർത്ഥ്യമാണ് അയാൾ എഴുതി വച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ VD സതീശൻ സർക്കാരിന് ചെയ്യാവുന്നത് കരാറിൽ നിന്ന് എന്തായാലും പിന്മാറാൻ സാധിക്കില്ല, വിട്ടുനിൽക്കാം എന്നുള്ളതേ ഉള്ളൂ. കരാറിൽ നിന്ന് വിട്ടുനിൽക്കാം. എത്ര കാലം വിട്ടുനിൽക്കും? ഒപ്പിട്ട ഒരു കരാറിൽ നിന്ന് എത്ര കാലം വിട്ടുനിൽക്കാൻ പറ്റും? അല്ലെ കരാർ റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ കോടതിയെ സമീപിക്കാം. വാങ്ങിച്ച പൈസ പക്ഷേ ഇവർ പറയുന്നത് PM ശ്രീയുടെ ഫണ്ടല്ല, SSKയുടെ ഫണ്ടാണ്. ആ SSK ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് പോയതെന്നാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും ശരി, ഈ ഒരു ലേഖനത്തിൽ CPM ആകെപ്പാടെ വണ്ടടിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. CPMൻ്റെ ബുദ്ധിജീവികൾക്കൊക്കെ ഇപ്പോൾ ബുദ്ധി ഉദിച്ചു തുടങ്ങി. അതായത് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആണ്. അന്ന് എല്ലാം റാൻമൂളി എന്നവരാണല്ലോ, റാൻമൂളി എന്നത് മാത്രമല്ല, രണ്ട് കൈയും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എഴുതി കഠിനാധ്വാനം. ഇപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുറേ ആൾക്കാർ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഈ തമാശ പറഞ്ഞല്ലേ കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ചില ആൾക്കാരുടെ പ്രൊഫൈൽ കാണുന്നുണ്ട്. ഈ ആൾക്കാരുടെ കമൻറ്റും ലൈക്കും നമ്മളൊക്കെ എന്തെങ്കിലും ഇട്ട് അതിനടിയിൽ വന്ന് അപ്പം ചീത്ത വിളിക്കുന്നതല്ല, അതിനടിയിൽ വന്ന് നിങ്ങൾക്ക് വിവരം ഉണ്ടോ, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിണറായി വിജയനെതിരെ നിങ്ങൾ പോസ്റ്റ് ഇടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെ അതിന് മുമ്പ് എന്താ ഈ ഇലക്ഷന് മുമ്പ് പൊരിഞ്ഞ പോരാട്ടം നടത്തിയിരുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് അപ്രത്യക്ഷമായി. കാരണം അവർക്കൊന്നും പറയാനുമില്ല. വേറെ കുറെ പേര് ഇപ്പം നിലപാട് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. പ്രേംകുമാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഓരോ ദിവസവും കയറിയിട്ട് ചാനൽ ചർച്ച വന്നിരിക്കുന്നവരൊക്കെ തന്നെ നിലപാട് മാറ്റി പിടിക്കുന്നു. ഇവർക്ക് ഇപ്പൊ യാഥാർത്ഥ്യം മനസ്സിലായി വരുന്നുണ്ട്.
ഇത്രയും നാൾ നമ്മളെ പിണറായി വിജയൻ പറ്റിക്കുകയായിരുന്നു എന്ന് ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇതൊക്കെ അറിയാം. പിന്നെ ഇവർക്കും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, പലർക്കും നേട്ടങ്ങൾ. കാര്യം ഈ വാഴക്കൊല PhD കിട്ടിയ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും എല്ലാം കോളേജ് ജോലിയും അതുപോലെ വലിയ വലിയ പദവികളും ഒക്കെ കൊടുത്തൊക്കെ വാങ്ങിച്ചതല്ലേ, അവന് കുഴപ്പമില്ല. ആകാം. ഇനിയിപ്പോൾ പിണറായിക്ക് ആരുമില്ല, പിണറായി എല്ലാ കുറ്റം അയാളെ തലയ്ക്കൊക്കെ വിട്ടുകൊടുത്താൽ മതി. അതുപോലെ കാണാതെ പോയ ഒരുപാട് പേരുണ്ട്. കിഫ്ബിയുടെ CEO ഒന്നും കാണാനില്ല, എന്തിലൂടെ പോയത്? അത് അപ്രത്യക്ഷനായി. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, അത്യാവശ്യം പിണറായി വിജയൻ ഇനി വരത്തില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചതിന്റെ പട്ടിൽ ആൾക്കാരെല്ലാം ഇപ്പം എതിരായിട്ട് പറഞ്ഞു തുടങ്ങി.